രാജ്ഭവൻ മാർച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്ഭവൻ മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. വിവരങ്ങളുമായി നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, വലിയ തരത്തിൽ ഗവർണർ ഇവിടെ നിന്ന് രാജ്ഭവൻ മാർച്ച് ഉണ്ടാകുന്ന അതേ ദിവസം തന്നെ ഇടുക്കിയിലേക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പോവുകയും അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്, വളരെ ചെറിയൊരു പരിപാടിയിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ജില്ലാ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോവുകയും ചെയ്തു. നിലവിൽ രാജ്ഭവൻ മാർച്ചിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എങ്ങനെയാണ് മാർച്ച് പുരോഗമിക്കുന്നത്? നിർഭൻ, ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDFന്റെ ആഭിമുഖ്യത്തിലുള്ള രാജ്ഭവൻ മാർച്ച്, രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന ബില്ലിൽ ഒപ്പിടാത്ത തീരുമാനമെടുത്ത ഗവർണർക്കെതിരെ ഇടുക്കിക്കാർ ഹർത്താലിന്റെ രൂപത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പോൾ വലിയ തരത്തിൽ LDFന്റെ ഒരു മാർച്ച് രാജ്ഭവന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയത്തിനകം തന്നെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഈ മാർച്ചിന്റെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, ആരൊക്കെയാണ് ഇന്ന് മാർച്ചിൽ അണിനിരക്കുന്നത്? മാർച്ച് രാജ്ഭവന് മുന്നിൽ എത്താറായി. എന്താണ് അവിടെ നിൽക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ ഇടുക്കി കർഷകരുടെ വലിയ പ്രതിഷേധം, ഭൂഭേദഗതി നിയമം ഗവർണറുടെ രാജ്ഭവന് മുന്നിൽ എത്തിച്ചേർന്നത്. ഇടുക്കിയിലെ LDF ജില്ലാ കർഷകരുടെ വമ്പൻ മാർച്ച് രാജ്ഭവന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മാർച്ചിനെ അഭിസംബോധന സംസാരിക്കും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. അതിശക്തമായ പ്രതിഷേധമാണ് ഇടുക്കിയിൽ ഹർത്താലിന്റെ രൂപത്തിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ആ കർഷക ജനത ഒറ്റക്കെട്ടായി അവരുടെ 6 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന നിയമത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് LDF സർക്കാർ പുതിയ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലാണ് ഗവർണർ ഒപ്പിടാത്തത്. കർഷക ജനതയുടെ വികാരം, ഇടുക്കി കർഷകരുടെ വികാരം തന്നെയാണ് ഈ മാർച്ചിലും ആ പ്രതിഷേധത്തിൽ. പക്ഷേ കർഷകരുടെ വികാരം ഉൾക്കൊള്ളാൻ ഗവർണർക്ക് കഴിഞ്ഞിട്ടില്ല. ഗവർണർ ഇന്ന് ഇടുക്കിയിൽ വെച്ച് പറഞ്ഞത് ഹർത്താൽ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. അതായത് ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഗവർണർ ഒപ്പിടാൻ തയ്യാറല്ല എന്ന സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ മാത്രമല്ല, കേരളത്തിലെ ഈ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആശങ്ക അകറ്റാനും കർഷകരുടെ ആശങ്ക അകറ്റാനും ലക്ഷ്യമിട്ടാണ് LDF സർക്കാർ നിയമസഭയിൽ ഇത്തരത്തിലൊരു ഭൂപതിവ് ചട്ട നിയമ ഭേദഗതി അവതരിപ്പിച്ചത്. പക്ഷേ അതുപോലും അറിയില്ല എന്ന് പറയുന്ന ഗവർണർ വളരെ കൃത്യമായി കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിനെതിരെയല്ലേ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്? തീർച്ചയായും സിജു, അതായത് ഇത്തരത്തിൽ ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ അല്ല, മലയോര മേഖലയിലെ ആകെ കർഷക ജനതയുടെ ചിരകാല അഭിലാഷമാണ് LDF സർക്കാർ പരിഹരിച്ചത്. അതിനാണ് ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. അത് എല്ലാവിധ ജനവിഭാഗങ്ങളുമായും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും എല്ലാവിധ സംഘടനകളുമായും ചർച്ച നടത്തിയ ശേഷമാണ് ഈ ബില്ലിലേക്ക് സർക്കാർ പോയത്. ആ ബില്ല് ഒപ്പിടില്ല എന്ന പിടിവാശിയിൽ ഗവർണർ തുടരുന്നു. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ അത്തരൊരു ബില്ലിനെ കുറിച്ച് അറിയില്ല എന്ന വെല്ലുവിളി കൂടി ഗവർണർ നടത്തുന്നതാണ്. പക്ഷേ ഇടുക്കി ജനതയുടെയും മലയോര മേഖലയുടെയും ജനതയുടെയും വികാരമാണ് ഇപ്പോൾ രാജ്ഭവൻ മാർച്ചിൽ പ്രതിഫലിക്കുന്നത്. വലിയ തരത്തിൽ LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ മാർച്ചിലേക്ക് രാജ്ഭവന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സിജു സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ ധാർഷ്ട്യത്തിനെതിരെ, ഗവർണറുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഈ ഉദാഹരണമായി ഇടുക്കി കർഷകർ പ്രതിഷേധത്തെ കാണേണ്ടി വരും. ഇടുക്കി കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജില്ലാ LDF ശരി നിർഭൻ, ഏതായാലും LDF ആഹ്വാനം ചെയ്ത രാജ്ഭവൻ മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. അത് അല്പസമയത്തിനകം തന്നെ മാർച്ചിന് ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും.